അപ്പൊ നമ്മളുടെ വീഡിയോയില് നമ്മൾ കുറെ സാരി ഓഫേഴ്സ് ഇപ്പൊ കാണിക്കാറുണ്ട് അല്ലെ. ഇത് ഈ ഓണം കഴിയുന്നത് വരെയുള്ളൂ, കഴിയുന്നത് വരെയെന്നൊന്നുമില്ല, ഈ ഒരു 3-4 ദിവസത്തേക്ക് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പൊ ചിലവർക്കുള്ള ഒരു പരാതി എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമ്മൾ സാരി ഫുള്ള് ഓപ്പൺ ചെയ്ത് കാണിക്കണില്ല എന്നുള്ള സംഭവം വരാറുണ്ട്, കമന്റ് കാണാറുണ്ട് കേട്ടോ ഞാൻ. അപ്പൊ ഞാൻ ഓർത്തുന്ന പിന്നെ ഇന്ന് സാരി വീഡിയോ നമ്മളിപ്പോ ബാലൻസ് സ്റ്റോക്കുള്ളത് ആകെ ഇത്രേ ഉള്ളൂ കേട്ടോ. അപ്പൊ ഇത് നമ്മളൊന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കാം, നിങ്ങൾക്ക് അപ്പൊ എങ്ങനെയാണെന്നുള്ള ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടുമല്ലോ എന്ന് ഓർത്തിട്ട് ഞാനിങ്ങനെ ഇപ്പൊ മഴയൊക്കെ ഒന്ന് കുറഞ്ഞ് വെയിലൊന്നും ഇല്ലാത്ത ഈ ഒരു കാലാവസ്ഥയിൽ ഇരുന്നിട്ട് ഞാനൊന്ന് നിങ്ങൾക്ക് വേണ്ടി സാരി കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പൊ നമുക്ക് അതിലേക്ക് പോവാല്ലേ. അപ്പൊ ആദ്യം എൻ്റെ കയ്യിലിരിക്കുന്നത് ഈ ഒരു പിങ്ക് കളർ, നല്ല രസമുള്ള ഒരു ബേബി പിങ്ക് അല്ല, ഒരു ഡാർക്ക് ആയിട്ടുള്ള പിങ്കും അല്ല, അതിന്റെ ഇടയിൽ നിൽക്കുന്ന നല്ലൊരു കണ്ണിന് നല്ലൊരു രസം തോന്നുന്ന ഒരു പിങ്കില് ഒരു ബ്ലാക്ക് ഡോട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. നമുക്കൊരു പോൾക്കാ ഡോട്ട് ഡിസൈനിലാണ് കേട്ടോ ഫുൾ ഓഫ് ഇത് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ഇങ്ങനെയാണേ വരുന്നത്. ഇതിന്റെ ടെസൽസ് നോക്കിയ കുട്ടി 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 ടെസൽസ് ആണ് കേട്ടോ അതിൽ വന്നിട്ടുള്ളത്. നല്ല ഭംഗിയുള്ള കുട്ടി കുട്ടി ടെസൽസ് ആണ് വന്നിട്ടുള്ളത്. ഇത് ഫുൾ ഓഫ് ഈ ഒരു സാരി മുഴുവനും വരുന്നത് ഈ ഒരു പോൾക്കാ ഡോട്ട് തന്നെയാണ് കേട്ടോ. ഇങ്ങനെ തന്നെയാണ് വരുന്നത്. ഈ മുന്താണി പോർഷനിൽ 2 ലൈൻസ് ഒക്കെ വന്നിട്ടുണ്ട്. ഇത് മുന്താണിയാണ് എന്നറിയിക്കാൻ വേണ്ടിയിട്ട് 2 ലൈൻസ് ഒക്കെ വന്നിട്ടുണ്ട്. ഇതിൽ വിത്ത് ബ്ലൗസും വരുന്നുണ്ട് കേട്ടോ. വിത്ത് ബ്ലൗസ് ഇപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ പ്ലെയിൻ ആയിരിക്കും, താഴെ അങ്ങനെ ഒരു കര പോലെ അങ്ങനെ വരുന്നതാണ്. അപ്പൊ ഇങ്ങനെയാണ് നമ്മളുടെ ഈ ഒരു സാരീന്റെ രീതി വരുന്നത് കേട്ടോ. ഇത് ഞാൻ ഒരു പ്രാവശ്യം ഉടുത്തിട്ട് മാറ്റി വെച്ചതാണ് കേട്ടോ, അതാണ് ഇത്തിരി ചുളിഞ്ഞിരിക്കണത്. അപ്പൊ അതന്നെ നിങ്ങൾക്ക് നിവർത്തി കാണിക്കാന്ന് ഓർത്തു. മറ്റത് ഫ്രഷ് പീസ് എടുത്തിട്ട് വെറുതെ നിങ്ങൾക്ക് അയച്ചു തരാനുള്ളതാണല്ലോ, അത് വെറുതെ ഇതാകെ 2 പീസും കൂടെ ഉള്ളൂ കേട്ടോ ഇനി. അപ്പൊ നിങ്ങൾ വീഡിയോ കാണുമ്പോ തന്നെ ഇന്നലെയൊക്കെ കുറേ പേർക്ക് എന്നിട്ട് മിസ്സായി പോയിട്ടുണ്ടായിരുന്നു, കാരണം നമ്മൾ ഒരുപാട് സ്റ്റോക്ക് എടുക്കണില്ലല്ലോ. അപ്പൊ വീഡിയോ കാണുമ്പോ തന്നെ നിങ്ങൾ മെസ്സേജ് ചെയ്യുക, ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ വേഗം തന്നെ മെസ്സേജ് ചെയ്യുക കേട്ടോ. വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഏതെങ്കിലും സാരി ഇഷ്ടപ്പെട്ടാൽ. അപ്പം ഇത് നല്ല ഭംഗിയുള്ള, ഇതൊരു സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കോട്ടൺ മെറ്റീരിയൽ ആണ്. ഖാദി കോട്ടൺ എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ നല്ല നല്ല രസമുള്ള ഒരു സോഫ്റ്റ് ആയിട്ട് നമുക്ക് ശരീരത്തിനോട് ഒതുങ്ങി കിടക്കും. എന്നാൽ ഭയങ്കരമായിട്ട് മൽക്കോട്ടന്റെ പോലെ നന്നായിട്ട് ഒതുങ്ങി കിടക്കില്ല കേട്ടോ. ചിലർക്ക് ഭയങ്കര ബോഡി ഹഗ്ഗിങ് ഇഷ്ടമുണ്ടാവില്ലല്ലോ. അപ്പൊ അങ്ങനത്തെ ഒരു അതിങ്ങനെ തളുതളുന്നിരിക്കട്ടോ, നല്ല ഭംഗി അത് കാണാൻ. എവിടെയും കാണില്ല കേട്ടോ ഇങ്ങനത്തെ ഒരു കോമ്പിനേഷൻ. ഈ ഒരു പിങ്കും ബ്ലാക്കും പോൾക്കാ ഡോട്ടിൽ വരുന്ന സാരിയാണ് കേട്ടോ. ഇതൊക്കെ നമ്മളിപ്പോ ഭയങ്കര ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള റേറ്റിനാണ് നമ്മളിപ്പോ സെയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഫ്രീ ഷിപ്പിംഗിൽ തന്നെയാണ് കേട്ടോ ഇപ്പൊ എല്ലാതും സെയിൽ ചെയ്യണത്. പക്ഷെ പോസ്റ്റ് ഓഫീസിൽ അത്യാവശ്യം റേറ്റ് കൂട്ടിയിട്ടുണ്ട്, പക്ഷെ എന്നാലും നമ്മളിപ്പോ ഫ്രീ ഷിപ്പിംഗിൽ ചെയ്യണത്. ഇനി അടുത്തത് ഈ ഒരു ഗംഗാ ജമുന സാരി എല്ലാവരും ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇതൊന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കോന്ന്. അപ്പൊ ഈ കവറൊക്കെ ഞാൻ എന്തായാലും മാറ്റട്ടെ. ഞാൻ ഈ സാരിയിലേക്ക് പോവാട്ടോ. നല്ല ഭംഗിയുള്ള ഒരു ബിസ്ക്കറ്റ് കളർ പറയാൻ പറ്റില്ല, നമ്മൾ ഈ ചോക്ലേറ്റ് ബിസ്ക്കറ്റ് ഒക്കെ ഉണ്ടാവില്ലേ, അങ്ങനത്തെ ഒരു കളറാണ്. ഇതിലിങ്ങനെ 2 ബോർഡർ ആണ് കേട്ടോ വന്നിട്ടുള്ളത്. മേലെ ഒരു ബോർഡറും താഴെ ഒരു കളർ ബോർഡറും ആണ്. അങ്ങനെ 2 ബോർഡർ ആയിട്ടാണ് വന്നിട്ടുള്ളത്. നല്ല രസമാണ് കാണാൻ തന്നെ. എനിക്കിത് കാണുമ്പോൾ തന്നെ ഇതിന്റെ ഭംഗി മനസ്സിലാവുണ്ടാവും. ഇതൊക്കെ ആകെ കുറച്ച് പീസേ നമ്മുടെ അടുത്ത് സ്റ്റോക്ക് ഉള്ളൂ കേട്ടോ. ഇങ്ങനെ ഒരു എന്താ പറയാ, ഒരു ചിക്കു, നമ്മുടെ സപ്പോർട്ടല്ലേ, സപ്പോർട്ടയുടെ ഒരു കളറാണ് കേട്ടോ. ഇതൊന്നും എവിടെയും കാണില്ല ഇങ്ങനത്തെ ഒരു കോമ്പിനേഷനിൽ. ഈ ഒരു മെറൂൺ കളറാണ് മേലെ ബോർഡർ വന്നിട്ടുള്ളത്, താഴെ അത് അങ്ങനെ ഗ്രീനും ആണ് കേട്ടോ വരുന്നത്. അതേപോലെ തന്നെ ഇതിന്റെ മുന്താണി വന്നിട്ടുള്ളത് ഇതാ ഇങ്ങനെ കുറച്ച് ചെക്സ് ആയിട്ടാണ് മുന്താണി വരുന്നത്. ഇതെല്ലാം നല്ല പ്യുവർ ആയിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ മെറ്റീരിയലിൽ വരുന്നത് തന്നെയാണ് കേട്ടോ. ഇതെല്ലാം അങ്ങനെ തന്നെയാണ് വരുന്നത്. ഇതിന്റെ കളേഴ്സ് അവൈലബിൾ ആണ്, അതും ഞാൻ കാണിച്ചു തരാം കേട്ടോ. നല്ല ഭംഗിയായി ഈ സാരി കാണാൻ കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ഈ ഒരു സാരി. ഇതിങ്ങനെ മടക്കി വെച്ചോണ്ടേ അയൺ ചെയ്യണം എന്നുള്ളൊരു സംഭവം മാത്രമേ ഉള്ളൂ കേട്ടോ. കണ്ടോ, നല്ല രസമല്ലേ കാണാൻ. നമുക്ക് നന്നായിട്ട് ഇപ്പൊ ഈ ഒരു മുന്താണി കളർ കണ്ടില്ലേ, അല്ല മുന്താണി കളർ അല്ല, ഇവിടുത്തെ ബോഡി കളർ ഒരു മെറൂൺ കളറാണ്, ഇവിടെ ഗ്രീൻ. ഇപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ നേരെ തിരിച്ചും വേണമെങ്കിൽ എടുക്കാം. ഇവിടെ ഗ്രീൻ ആക്കാം, താഴെ നമുക്ക് മെറൂൺ കളർ ആക്കാം. അങ്ങനെ 2 കളർ ആയിട്ടുള്ള ബോർഡർ. ഇതൊക്കെ ഭയങ്കര വെറൈറ്റിയാണ്, എവിടെയും കാണില്ല അങ്ങനത്തെ ഒന്നും കേട്ടോ. ഒരു വെറൈറ്റിയിൽ ഇങ്ങനെ കൊണ്ടുവന്നതാണ്. കണ്ടപ്പോൾ നമുക്ക് ഇഷ്ടമായപ്പോൾ പെട്ടെന്ന് അങ്ങോട്ട് എടുത്തതാട്ടോ. അപ്പോൾ ഇതാണ് ഒരു ഭയങ്കര സോഫ്റ്റ് ആട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അത് മടക്കുമ്പോൾ തന്നെ മനസ്സിലായി ഉണ്ടാവും, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ്. സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കോട്ടൺ തന്നെയാണ് കേട്ടോ ഇത് വരുന്നത്. ഇനി അടുത്തത് അതിന്റെ വയലറ്റ് ആണ് കേട്ടോ വരുന്നത്. നല്ല ഭംഗിയുള്ള ഒരു പർപ്പിൾ കളറാണ്. ഈ പർപ്പിളിൽ ഗ്രീനും അതുപോലെ തന്നെ ബ്ലാക്കും ആണ് കോമ്പിനേഷൻ വരുന്നത്. നല്ല ഭംഗിയുള്ളൊരു ഗ്രീൻ ആണ് കേട്ടോ.
മേലെ ഭാഗം വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ഗ്രീൻ, അതുപോലെ തന്നെ ബ്ലാക്കും നല്ല ഭംഗിയാ കാണാൻ. നോക്കൂ നിങ്ങൾ, ഇതിന്റെ മുന്താണി നോക്കൂ. ഇതാണ് കേട്ടോ അതിന്റെ മുന്താണി. ഈ ഒരു ഗ്രീനിൽ മജന്ത ബോർഡർ പോലെ ഇങ്ങനെ ലൈൻസ് വന്നിട്ടുള്ളതാണ് മുന്താണി പോർഷൻ വരുന്നത്. ഇതാ, അല്ലാതെ നമുക്ക് ബോർഡർ പോർഷൻ വരുന്നത് നല്ലൊരു കാഞ്ചി ബോർഡർ വന്നിട്ടുള്ള ഈ ഒരു ബ്ലാക്കും, അതുപോലെ ഈ ഒരു ബ്ലാക്കിൽ ഈ ഒരു പർപ്പിൾ കളറാണ് കേട്ടോ. താഴെ നമുക്ക് ഗ്രീനിന്റെ കളറ്. ഇപ്പൊ താഴെയും മേലെയും അങ്ങനത്തെ രീതിയിലും ഇത് ഉടുക്കാം കേട്ടോ. ഗംഗാ ജമുന ആയതുകൊണ്ട് 2 ബോർഡർ ആണല്ലോ, അങ്ങനെ നിങ്ങൾക്ക് ഇത് ഉടുക്കാം. അപ്പൊ ഞാൻ ഇതൊന്ന് മടക്കി വെക്കട്ടെ കേട്ടോ. ഇതൊക്കെ മടക്കാൻ ഭയങ്കര സുഖാട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ആയതുകൊണ്ടേ നിങ്ങൾക്ക് ഇതാ, ഞാൻ ഇപ്പൊ ഇരുന്നോടെ തന്നെ ഇരുന്നു, ഒരാളുടെ കൈ സഹായം പോലും ഇല്ലാതെ പെട്ടെന്ന് തന്നെ എനിക്ക് മടക്കാൻ പറ്റി. നല്ല ഭംഗിയുള്ള ഒരു സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ മെറ്റീരിയൽ ആണ് കേട്ടോ. ഇതൊന്നും എവിടെയും കിട്ടില്ല ഇങ്ങനത്തെ കളർ കോമ്പിനേഷൻ ഒന്നും കേട്ടോ. ഞാൻ വേറെ ഒരു ഓൺലൈൻ സൈറ്റിലും അല്ലെങ്കിൽ ഷോപ്പിലും ഞാൻ കണ്ടിട്ടില്ല. ഇതൊക്കെ നമുക്ക് ഫാക്ടറി ഔട്ട്ലെറ്റിൽ നിന്ന് എടുക്കുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് ഈ ഒരു റേറ്റിന് നമുക്ക് തരാൻ വേണ്ടി പറ്റുന്നത് കേട്ടോ. ഇനി അടുത്തതൊരു യെല്ലോ കളർ, മൽക്കോട്ടൺ എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ എന്നാലും കുറച്ചും കൂടെ സോഫ്റ്റ് അല്ല, ഇത്തിരിയും കൂടെ കട്ടിയുണ്ട്. മൽക്കോട്ടൺ ഭയങ്കര സോഫ്റ്റ് അല്ല, ഇതൊരു ഖാദി കോട്ടൺ ടൈപ്പ് ആണ് കേട്ടോ. നല്ല രസമാണ് കാണാൻ. ഒരു റെഡ് ടസൽസ് ഒക്കെ വന്നിട്ട് യെല്ലോ ആണ് ഈ സാരി വരുന്നത്. ബോർഡർ ആണ് ഈ ഒരു കളറിൽ വരുന്നത് കേട്ടോ. നല്ല ഭംഗിയുള്ള ഒരു മാമ്പഴ കളർ യെല്ലോ. നമ്മൾ ഈ നീലമാവ് മാങ്ങയൊക്കെ മുറിച്ച് വെച്ച് കഴിഞ്ഞാൽ കാണില്ലേ, ആ ഒരു കളറാണ് കേട്ടോ ഇതിന്. ആ ഒരു കളറിൽ ഗ്രീനും അതുപോലെ തന്നെ ഒരു റസ്റ്റി ഓറഞ്ച് കോമ്പിനേഷനിലാണ് ബോർഡർ വന്നിട്ടുള്ളത് കേട്ടോ. താഴെയും മേലെയും സെയിം തന്നെയാണ്. നല്ല രസമാണ് കാണാൻ തന്നെ. ഇതിൽ നിങ്ങൾക്ക് റെഡ് ബ്ലൗസോ അല്ലെങ്കിൽ ഈ ഒരു ഗ്രീൻ തന്നെ ബ്ലൗസോ ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും കാണാൻ. എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ടെസൽസും കൂടെ ഉള്ളതുകൊണ്ട് ഇതിപ്പോൾ നിങ്ങൾക്ക് 1 ലെയറിലൊക്കെ ഇട്ടിട്ട് കൊടുക്കുമ്പോൾ ഇതൊക്കെ വെറൈറ്റി ആണ് കേട്ടോ. അതൊന്നും എവിടെയും അങ്ങനെ കാണില്ല. ഇതൊക്കെ സാധാരണ നമ്മൾ മൽക്കോട്ടനിലല്ലേ കണ്ടിട്ടുള്ളത്. പക്ഷേ നമ്മൾ മൽക്കോട്ടൻകാർക്ക് ചിലവർക്ക് എപ്പോഴും മൽക്കോട്ടൻ കണ്ട് കണ്ട് മടുത്തു. പക്ഷെ എന്നാൽ മൽക്കോട്ടന്റെ ടച്ച് ഉണ്ടേനും അത്യാവശ്യം കട്ടിയുണ്ട്. കുറച്ച് ഭയങ്കര സോഫ്റ്റ് എന്നുള്ള രീതിയിലല്ല, പക്ഷെ നമുക്ക് എന്നാല് മൽക്കോട്ടന്റെ സോഫ്റ്റ്നെസ് ഇല്ല, അത് ഭയങ്കര തിന്നല്ലേ, നമുക്ക് പുറത്തേക്ക് കാണാൻ പറ്റും എങ്ങനെയാന്നുള്ളത്. ഇത് പക്ഷെ അങ്ങനെയൊന്നും കാണില്ല, എന്നാൽ ഭയങ്കര സോഫ്റ്റ് ആണ് കേട്ടോ. ഒരു ഖാദി കോട്ടൺ ടൈപ്പ്. ഇതാ കണ്ടോ, ഇങ്ങനെ ഉടുത്താൽ ഇങ്ങനെ ഉടുത്ത പോലെ നിൽക്കും, നല്ല തെളുതെളുവും തന്നെ ഉണ്ട് കേട്ടോ. അപ്പൊ ഇതാണ് അടുത്ത സാരി. നല്ല ഭംഗിയുള്ള ബോർഡർ ആണ് കേട്ടോ. എനിക്ക് ഈ ഒരു ഗോൾഡൻ ആൻഡ് ഈ ഒരു റസ്റ്റി ഓറഞ്ചും ഈ ഒരു ഗ്രീനും ഒരു പേസ്റ്റൽ ഷെയ്ഡ് വന്നിട്ടുള്ളത് കൊണ്ട് ഈ മഞ്ഞനെ നന്നായിട്ട് എൻഹാൻസ് ചെയ്ത് കാണിക്കണമുണ്ട്. നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇനി നമുക്ക് അടുത്തതൊരു സിൽക്ക് സാരിയാണ്. ഒരു ബ്ലൂ കളറിൽ വരുന്ന സിൽക്ക് സാരിയാണ് കേട്ടോ. ഇപ്പൊ നിങ്ങൾക്ക് കല്യാണങ്ങൾക്കൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് നല്ല ഭംഗി ഉണ്ടാവും. നല്ല രസമുള്ള ഒരു സ്കൈ ബ്ലൂവില് മജന്ത കോമ്പിനേഷൻ ആണ് കേട്ടോ വന്നിട്ടുള്ളത്. ഇങ്ങനെയാണ് ഇത്. ഇതിന്റെ മുന്താണി പോർഷനാണ്. അതുപോലെ തന്നെ ഇതാണ് ഇതിന്റെ ബ്ലൗസ് പീസ് വരുന്നത് കേട്ടോ. ബ്ലൗസ് പീസ് എവിടെ പോയി? ബ്ലൗസ് പീസ് ഇതാണ് കേട്ടോ. ഇതാണ് ബ്ലൗസ് പീസ്. കാരണം ഇങ്ങനെ ബ്രൊക്കേഡ് ടൈപ്പാണ് കേട്ടോ ബ്ലൗസ് പീസ് വരുന്നത്. നല്ല രസമാണ് കാണാൻ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ഈ ഒരു സാരി. ഇതൊന്ന് മാറ്റി വെച്ചാലോ എന്നൊരു ആലോചനയുണ്ട്. ആകെ 3-4 പീസ് മാത്രമേ ഉള്ളൂ. അതിലിപ്പോ 2 പീസ് ഇന്നലെ ഒരു ചേച്ചി എടുത്തിട്ടുണ്ടായിരുന്നു. നല്ല ഭംഗിയുള്ള ഒരു കളറാണ് കേട്ടോ. ഈ ഒരു സ്കൈ ബ്ലൂ അതുപോലെ തന്നെ ഈ ഒരു മജന്ത കോമ്പിനേഷൻ. ഇപ്പൊ നിങ്ങൾക്ക് ഇനിയിപ്പോ കല്യാണങ്ങളും കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് നിങ്ങൾക്ക് നല്ല സൂപ്പറായിട്ട്, ഭയങ്കര സിൽക്കാണ്, സോഫ്റ്റ് ആയിട്ടുള്ളത് കൊണ്ട് തന്നെ നമുക്ക് അതിന് വേണ്ടി വെയർ ചെയ്യാൻ വേണ്ടി പറ്റും. ഒരു ഡ്യുവൽ ഷെയ്ഡാണ്, ആകാശനീല എന്നുള്ള രീതിയിലും തോന്നും, ഒരു കോപ്പർ ഗോൾഡ് അങ്ങനത്തെ ഒരു കളറും തോന്നും കേട്ടോ. ഭയങ്കരമായിട്ടുള്ള ഒരു സ്കൈ ബ്ലൂ അതുപോലെ തന്നെ നല്ല രസമുള്ള ഒരു മജന്ത കോമ്പിനേഷൻ ആണ് ഈ ഒരു സാരി വന്നിട്ടുള്ളത്. ഇനി നമുക്ക് അടുത്തത് ഒരു ഖാദി കോട്ടൺ സാരി കാണാം. സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് കേട്ടോ. അധികം നമ്മൾ എല്ലാതും എടുക്കുന്നത് ഉടുത്താൽ ഇങ്ങനെ പൊങ്ങി നിൽക്കാത്ത രീതിയിൽ, ഉടുത്താൽ ഉടുത്ത പോലെ നിൽക്കുന്ന രീതിയിലേക്കുള്ളതാണ് കേട്ടോ. ഇതൊരു മിന്റ് ബ്ലൂ അല്ലെങ്കിൽ അങ്ങനത്തെ രാമ ബ്ലൂ എന്നൊക്കെ പറയില്ലേ, അങ്ങനത്തെ ഒരു ബ്ലൂവിൽ വരുന്ന ഒരു വിത്ത് നിറച്ചും ടസൽസ് ഉണ്ട് കേട്ടോ. എന്തൊരു ഭംഗിയോ കാണാൻ. വൈറ്റും അതേപോലെ തന്നെ ഈ ഒരു അക്വാ ബ്ലൂ അതാണ് അക്വാ ബ്ലൂ, യെല്ലോ, അങ്ങനെ കുറെ കുട്ടി കുട്ടി ടസൽസ് ഇങ്ങനെ നല്ല ഭംഗിയായിട്ട് നിൽക്കുന്നുണ്ട്. അതിലിങ്ങനെ ലൈൻസ് ആണ് കേട്ടോ വന്നിട്ടുള്ളത് സാരി. ഇപ്പൊ എല്ലാം ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കണല്ലേ ഇങ്ങനത്തെ ലൈൻസ് സാരി. ഇതൊക്കെ ഭയങ്കര അഫോർഡബിൾ പ്രൈസിനാട്ടോ നിങ്ങൾക്ക് തരുന്നത്. എത്ര തവണ വാഷ് ചെയ്ത് കഴിഞ്ഞാലും അല്ലെങ്കിൽ എങ്ങനെ നിങ്ങൾക്ക് നല്ല ഭംഗിയായിട്ട് ഇത് ഉപയോഗിക്കാം, അത്ര നാള് നിൽക്കും ഇത്.
അപ്പോൾ ഇതാണ് ഇതിന്റെ ഒരു കളർ ചേഞ്ചിന് ഒരു ഗ്രീൻ മാത്രമേ ഉള്ളൂ കേട്ടോ. ബാക്കിയൊക്കെ പോയി. ഇതിന്റെ കൂടെ ഉണ്ടായിരുന്നതെല്ലാം ഞാൻ അന്ന് വീഡിയോ ഇട്ടപ്പോൾ തന്നെ ഇങ്ങനെ നിവർത്തേണ്ട ഒന്നും ആവശ്യം വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോഴേക്കും തന്നെ അത് പോയിണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഇതാണ് അടുത്ത സാരി വന്നിട്ടുള്ളത്. ഇനി നമുക്ക് അടുത്തത് ഏതാ നോക്കാം. ഇതിപ്പോ നമ്മൾ നേരത്തെ ഇത് ഇന്നലെ ഒരു 2-3 പേര് വാങ്ങിയിട്ടുണ്ടായിരുന്നു. നമ്മൾ നേരത്തെ ഒരു സ്കൈ ബ്ലൂ കണ്ടില്ലേ, ആ സ്കൈ ബ്ലൂവിന്റെ തന്നെ കളർ ചേഞ്ച് ആണ്. അപ്പൊ ഞാൻ നിവർത്തണ്ടല്ലോ. ഒരു നല്ല ഭംഗിയുള്ള ഒരു പീച്ചാണ് കേട്ടോ കളർ വരുന്നത്. അതിന്റെ കൂടെ ഒരു റോയൽ ബ്ലൂ, ഒരു പെർപ്പിൾ കളർ ആയിട്ടുള്ള ബോർഡർ ആണ് വന്നിട്ടുള്ളത്. ഇത് മജന്ത ബോർഡർ ആണ്, സ്കൈ ബ്ലൂ ആണ് വരുന്നത്. അതിന്റെ തന്നെ നേരെ കളർ ചേഞ്ച് ആണ് കേട്ടോ, പീച്ച് കളറാണ്. ഇത് എവിടെ ഇങ്ങനത്തെ കളർ കോമ്പിനേഷൻ ഒന്നും കിട്ടില്ല, ഈ ഒരു ബ്ലൂവും ഈ ഒരു പീച്ച് കളറും. ഇനി അടുത്തത് കാഞ്ചി കോട്ടണിൽ വരുന്ന ഒരു ചെട്ടിനാട് രീതിയിൽ ഒരു കൈൻഡ് ഓഫ് വരുന്ന ഒരു ഗംഗാ ജമുന ബോർഡർ ആയിട്ട് വരുന്ന ഒരു സാരിയാണ് കേട്ടോ. നല്ല ഭംഗിയുള്ള മയിൽ കുട്ടികളും കാര്യങ്ങളും ഉണ്ട്. അതേപോലെ തന്നെ നല്ല നല്ല രസമുള്ള ഗോൾഡൻ കാഞ്ചി കോട്ടൺ ആണ് കേട്ടോ ബോർഡർ വന്നിട്ടുള്ളത്. ഇങ്ങനെ ഗ്യാപ്പ് ബോർഡർ ഒക്കെ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ മെറൂണും ഉണ്ട്, ബ്ലാക്കും ഉണ്ട്, മെറൂണും ഉണ്ട്. നല്ല ഭംഗിയാട്ടോ. 2 കളറും 2 സൈഡും 2 കളറിലാണ് വരുന്നത്. ഇതിന്റെ മുന്താണി നമുക്ക് ആദ്യം ഒന്ന് കണ്ടോക്കാല്ലേ. ഇതൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ ആണ്. അതൊന്നും എവിടെയും കിട്ടില്ല. ഇങ്ങനെ ലൈൻസ് ആണ് കേട്ടോ മുന്താണിയിൽ വരുന്നത്. പിന്നെ നല്ല ഭംഗിയുള്ള ലൈൻസ് ആണ് വരുന്നത്. ഇതൊക്കെ ഒരു വിന്റേജ് കൈൻഡ്, നമ്മൾ ഈ പഴയ കാലത്തെ രീതിയിലൊക്കെ സാരിയൊക്കെ ഇഷ്ടപ്പെടുന്നവരൊക്കെ ഉണ്ടാവില്ലേ, ഇതൊക്കെ ഇപ്പോഴും ട്രെൻഡിങ് ആയിട്ട് ഇപ്പൊ യൂത്ത് ആയിട്ടുള്ള കുട്ടികളടക്കം ഇത് ചോദിച്ചു വന്നിട്ട് വാങ്ങിക്കാറുണ്ട് കേട്ടോ. അങ്ങനെയുള്ള ഒരു സാരിയാണ്. ഈ ഒരു ബ്ലാക്കും മെറൂണും ആണ് കോമ്പിനേഷൻ വരുന്നത്. താഴെയും മേലെ അങ്ങനെ 2 ബോർഡറാ വരുന്നത് കേട്ടോ. ഒരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ 2 ബോർഡർ ആയിട്ട് വരുന്നത്. ഇതെനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതാണ് ഒരു സാരി വരുന്നത്. ഇനി അടുത്തത് വിസ്കസ് ജോർജറ്റ് മെറ്റീരിയലിൽ കുറെ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിലുള്ള ഒരു പിങ്ക് കളറിലുള്ള ഒരു സാരിയാണ്. അതിന്റെ കൂടെ വിത്ത് ബ്ലൗസും ഗ്രീൻ ആണ് കേട്ടോ. പിങ്കും ഗ്രീനും, അയ്യോ തിരിഞ്ഞുപോയി, ഇങ്ങനെയാണ്. പിങ്കും നല്ല ഭംഗിയുള്ള ഒരു മജന്ത പിങ്ക് ആണ്. അതിന്റെ കൂടെ ഇങ്ങനെ ഗ്രീൻ ആണ് വരുന്നത്. ഇതാ ഈ ബ്ലൗസ് ആണ് കേട്ടോ വരിക. ഇങ്ങനെ ബുട്ട വർക്ക് വന്നിട്ടുള്ള ഗ്രീൻ വിത്ത് ബ്ലൗസ് ഉണ്ട് വരുന്നു. ഇങ്ങനെയാണ് പിങ്ക് ബ്ലൗസും ഗ്രീൻ ബ്ലൗസും പിങ്ക് സാരി. നല്ലൊരു കോമ്പിനേഷൻ അല്ലേ ഇത് രണ്ടും, നല്ല രസമല്ലേ കാണാൻ. അപ്പൊ മേലെതാ ചെറിയ ബോർഡർ ആണ് വരുന്നത്. താഴെയാണ് നമുക്ക് ഒരു പാകത്തിനുള്ള ഒരു എളുപ്പത്തിലുള്ള ഒരു ബോർഡർ വന്നിട്ടുള്ളത്. അതും നല്ല രസമുള്ള ഒരു ബോട്ടിൽ ഗ്രീൻ ആണ് കേട്ടോ. നല്ല ഭംഗിയുണ്ട്. ഫുൾ ഇങ്ങനത്തെ ജെറി വർക്കാണ്, നല്ല ക്വാളിറ്റി ഉള്ള ജെറി വർക്കാണ്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം. ബോഡി പാർട്ട് മൊത്തം ഇങ്ങനെ ലൈൻസും ആണ് വരുന്നത്. നല്ല രസമാണ് കേട്ടോ ഇത് ഉടുത്താൽ. ഇതിന്റെ പിന്നെ ആകെ ഒരു 2-3 കളറുകളേ ഉള്ളൂ, ബാക്കിയൊക്കെ പോയി. നല്ല വീഡിയോ ഇട്ടപ്പോ തന്നെ ബാക്കി കളേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ പോയി. ഇനി നമുക്ക് എപ്പോഴും നമ്മുടെ ഫേവറേറ്റ്, നമ്മുടെ അടുത്ത് എല്ലാവരും പിന്നെയും റീസ്റ്റോക്ക് ചെയ്യോ എന്ന് ചോദിക്കാറുള്ള നമ്മുടെ 1 ഗ്രാം 1 ഗ്രാം എത്തി. 1 ഗ്രാം ആണ് കേട്ടോ. മേലെതാ കുഞ്ഞി ബോർഡർ ആണ്, താഴെ ഇത്തിരി വലിയ ബോർഡറും ആയിട്ട് നല്ല ഭംഗിയിലുള്ള 1 ഗ്രാമിന്റെ ഗ്രീൻ കളറാണ് കേട്ടോ. ഇതൊക്കെ നിങ്ങൾക്ക് ഫംഗ്ഷന് കല്യാണങ്ങൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും കേട്ടോ. ഒരു ഡ്യുവൽ ഷെയ്ഡിലാണ് വരുന്നത്. ഒരു ഒലീവ് ഗ്രീനും ഉണ്ട്, അതുപോലെ തന്നെ ഒരു ഫോറസ്റ്റ് ഗ്രീൻ, ഒരു ബോട്ടിൽ ഗ്രീൻ ആണ് ഇതിന്റെ ബോർഡർ വന്നിട്ടുള്ളത്. നല്ല രസമുള്ള ബോർഡർ ആണ് കേട്ടോ. നല്ല ഭംഗിയുള്ള ബോർഡർ ആണ് വന്നിട്ടുള്ളത്. ഇതിന്റെ തന്നെ നമ്മളടുത്ത് ഒരു പർപ്പിളും ഉണ്ട്, അതുപോലെ തന്നെ ഒരു റെഡ് ഓറഞ്ച് കളറും ഉണ്ട് കേട്ടോ. നല്ല ഭംഗിയുള്ളതാണ്. ഇതിന്റെ കൂടെ തന്നെ ബ്രൊക്കേഡ് ആണ് ബ്ലൗസ് വരുന്നത്. നല്ല രസമുള്ള ഒരു ഗ്രീൻ കളറാണ് കേട്ടോ. അയ്യോ എന്തൊരു ഭംഗി. അതാണ് കേട്ടോ ബ്ലൗസ് പീസ്. ഇതാ ഈ ഒരു കുട്ടി കുട്ടി ഫ്ലവേഴ്സ് ആണ് ബ്ലൗസ് പീസ് ആയിട്ട് വരുന്നത് കേട്ടോ. ഇതൊക്കെ വെയിലത്ത് നമ്മൾ നിൽക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ഒരു ഫംഗ്ഷന്റെ ഒക്കെ സമയങ്ങളിൽ നിങ്ങളിങ്ങനെ 2-3 കളറൊക്കെ ആയിട്ട് തോന്നും ഈ ഒരു സാരി. അങ്ങനത്തെ ഒരു ഡ്യുവൽ ഷെയ്ഡാണ് കേട്ടോ അത് വരുന്നത്. അങ്ങനെ നമ്മളുടെ 1 ഗ്രാം ഇവിടെ നമ്മുടെ അടുത്ത് ഇപ്പോൾ സ്റ്റോക്ക് ഉണ്ട് കേട്ടോ. ഇനി എല്ലാവരും ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു ബ്രൗൺ ആൻഡ് ഈ ഒരു ബ്ലാക്ക് കളറിലുള്ള ചെട്ടിനാട് കോട്ടൺ ഒന്ന് റീസ്റ്റോക്ക് ചെയ്യുമെന്ന്. അതിപ്പോ നമ്മൾ 1-2 പീസൊക്കെ ഇപ്പൊ ആദ്യം കൊണ്ടുവന്നിട്ടുണ്ട്. കാരണം ചെട്ടിനാട് കിട്ടാൻ ഭയങ്കര പണിയാണ്. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അവിടെ അവർക്ക് കടയിൽ തന്നെ കിട്ടാൻ തന്നെ നല്ല പണിയാണ് കേട്ടോ. ഒരു ചോക്ലേറ്റ് ബ്ലാക്കിലാണ് വരുന്നത്. ഇതും നല്ല രസാട്ടോ കാണാൻ. ഇത് നല്ല കോട്ടൺ അറിയോ, നല്ലൊരു രസമുള്ള ഒരു കോട്ടൺ ആണ് കേട്ടോ. അതില് ഈ ഒരു ബ്ലാക്ക് ആണ് വരുന്നത്. നല്ല രസമുള്ള ഒരു കോട്ടൺ ആണ്. അതിൽ ഈ ഒരു ബ്ലാക്ക് കളറാണ് വരുന്നത്. ഈ ഒരു ബ്ലാക്കും
ഈ ഒരു ചോക്ലേറ്റ് ബ്രൗണും ആണ് കേട്ടോ. നല്ല രസമുള്ള ഒരു ചോക്ലേറ്റ് ബ്രൗൺ ആണ്. ഈ ബ്ലാക്ക് ആയതുകൊണ്ട് തന്നെ ഇത് നല്ലൊരു കോമ്പിനേഷൻ ആണ്. ഇത് എല്ലായിടത്തും എപ്പോഴും ഡിമാൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന കളർ കോംബോ ആണ് കേട്ടോ. ഇതും ആകെ 1-2 പീസ് സെറ്റേ ഉള്ളൂ. അതേപോലെ ഈ ഗംഗാ ജമുന ആണെന്നുണ്ടെങ്കിലും 1-2 പീസേ ഉള്ളൂ. ഈ മദ്രാസ്റ്റിക്കും കുറെ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു റെഡും ഓറഞ്ചും ആണ് കേട്ടോ ലൈൻസ് വരുന്നത്. ഇതിന്റെ ഉള്ളിലും അങ്ങനെ തന്നെയാണ്. ഞാൻ വേണമെങ്കിൽ ഓപ്പൺ ചെയ്ത് കാണിക്കാം. ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് മദ്രാസ് ചെക്ക്. ഇതേപോലെ മയിലിന്റെ ബോർഡർ ആണ് കേട്ടോ. കാഞ്ചി ബോർഡർ തന്നെയാണ് വരുന്നത്. നല്ല ഭംഗിയാട്ടോ. റെഡും ഓറഞ്ചും ഒക്കെ നല്ല രസമായിട്ട് നല്ല ഭംഗിയായിട്ട് നിങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടി പറ്റും. ഇനി അടുത്തത് ഞാൻ ഫസ്റ്റിലൊരു ഗ്രീൻ കാണിച്ചില്ലേ, അതിന്റെ ഒരു ഫസ്റ്റിലൊരു ബ്ലൂ കാണിച്ചില്ലേ, ഒരു സീ ബ്ലൂ പോലത്തെ, അതിന്റെ ഒരു ഗ്രീൻ കളറാണ്. നല്ല ഭംഗിയുള്ള ടെസൽസ് ഒക്കെ, ഒലീവ് ഗ്രീൻ ഒക്കെ ഉള്ള ഒരു ടെസൽസ് ആണ് കേട്ടോ വന്നിട്ടുള്ളത്. ഇതും ഫുള്ള് ഇങ്ങനത്തെ രീതിയിലാണ് കേട്ടോ ലൈൻസ് വന്നിട്ടുള്ളതാണ്. നല്ല രസമാണ് കാണാൻ. ഒരു പ്രത്യേക ഒരു ഗ്രീൻ കളറാണ് കേട്ടോ. അത് രസമാണ് കാണാൻ വേണ്ടിയിട്ട്. ഈ ഒരു റസ്റ്റി ഓറഞ്ച് ആണ് ഇതിന്റെ ബോർഡർ വന്നിട്ടുള്ളത്. എനിക്കിതെന്താ അറിയില്ല, ഇത് ഭയങ്കര ഇഷ്ടാട്ടോ. ഈ ഒരു ഖാദി കോട്ടൺ ആയതുകൊണ്ടേ നമ്മൾ ഉടുത്താൽ ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ അപ്പൊ തന്നെ അങ്ങനെ ഒതുങ്ങി കിടന്നോളും. അത് അങ്ങനെ തന്നെ നമുക്ക് കയ്യിൽ കിട്ടും. മറ്റേതുപോലെ ഇങ്ങനെ ബലം പിടിച്ചിട്ടുള്ള സ്റ്റഫ് അല്ല. ഇനി നമുക്ക് ഒരു കല്യാണി കോട്ടൺ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരെണ്ണം എടുത്തിട്ടുണ്ടായിരുന്നു ഇത്തവണ കല്യാണി കോട്ടൺ. അപ്പൊ ഇത് ആർക്കാണോ വേണ്ടെന്നുള്ളത് ആദ്യം തന്നെ പറഞ്ഞോളൂ. അപ്പൊ വേഗം അയക്കാം. ഇതാ നല്ല ഭംഗിയുള്ള ഒരു ലെമൺ ഗ്രീൻ കളറാണ് അല്ലെ. ലെമൺ ഗ്രീൻ കളറിൽ ഒരു മജന്ത ബോർഡർ ആണ് വന്നിട്ടുള്ളത്. നല്ല രസമുള്ള ഒരു കല്യാണി കോട്ടൺ ആണ് കേട്ടോ. ലെമൺ ഗ്രീൻ കളറിൽ മജന്ത ബോർഡർ വിത്ത് ടെസൽസ് ഒക്കെ ആയിട്ടാണ് വരുന്നത്. ഇതിലും വിത്ത് ബ്ലൗസോട് കൂടിയിട്ട് തന്നെയാണ് വരുന്നത്. നല്ല ഗ്രാൻഡ് ആയിട്ടുള്ള പല്ലു ആണ് കേട്ടോ. നല്ല ഭംഗിയിൽ ഈ ഒരു ലെമൺ യെല്ലോ കളറ് എനിക്ക് ഭയങ്കര, ലെമൺ ഗ്രീൻ കളറ് എനിക്കിത് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഈ ഒരു ഗ്രീൻ കളറിൽ വന്നപ്പോ എന്താണെന്നറിയില്ല, ഇതൊക്കെ നമ്മളടുത്ത് ഇപ്പൊ ഉള്ളതെല്ലാം വെറൈറ്റി കളർ കോമ്പിനേഷൻസും വെറൈറ്റി പാറ്റേൺസും ആണ് കേട്ടോ. നിങ്ങൾ വേറെ എവിടെയെങ്കിലും കണ്ട ഒരു ഓർമ്മ നിങ്ങൾക്ക് കിട്ടില്ല. കാരണം ഇത് നമ്മൾ പെട്ടെന്ന് അങ്ങനെയും തെരഞ്ഞു കണ്ടുപിടിച്ചിട്ട് കിട്ടുന്നതാണ്. അടുത്തത് ഇതാ റോയൽ ബ്ലൂ. ഞാൻ നേരത്തെ ഒരു വിസ്കസ് ജോർജറ്റിനെ പറ്റി പറഞ്ഞില്ലേ, റോയൽ ബ്ലൂ. അതുപോലെ തന്നെ ഒരു റാണി പിങ്ക് കളർ, ഭയങ്കര റാണി പിങ്ക് ആണ്. നല്ല രസമുള്ള ഒരു റാണി പിങ്ക് ആണ്. റോയൽ ബ്ലൂവിൽ ഇങ്ങനെ കുട്ടി കുട്ടി ആനകളൊക്കെ ഉണ്ട് കേട്ടോ. മേലെ ഭാഗം ഇതാ ഇങ്ങനെ കുട്ടി ബോർഡർ ആണ് വരുന്നത്. ഇങ്ങനെ ഉണ്ടാവും കേട്ടോ. അത് ഉടുത്തു കഴിഞ്ഞാല് ഇതിന്റെ ബ്ലൗസ് പീസ് ഇതാണ്. നല്ല ഭംഗിയുള്ള ഒരു ബോർഡർ ആണ് കേട്ടോ. കളർ കോമ്പിനേഷൻ കോൺട്രാസ്റ്റ് ആയിട്ട് വന്നതുകൊണ്ട് തന്നെ നല്ല രസമുള്ള റോയൽ ബ്ലൂ ആണ്. ഉടുത്താൽ ഇങ്ങനെ 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 തളുതളൂന്ന് എടുക്കും. കാരണം അത്രയും സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ്. ഇനിയിപ്പോ ഒരു കാഞ്ചി സിൽക്ക് ഞാൻ കാണിക്കാം കേട്ടോ. നിങ്ങൾ എല്ലാവരും കാഞ്ചി കോട്ടൺ ചോദിക്കാറില്ല. അപ്പൊ ഞാൻ ഇത്തവണ കാഞ്ചി സിൽക്ക് കണ്ടപ്പോ എന്നാ പിന്നെ അതും കൂടെ എടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ വേറെ ഒരു പേജിലും കണ്ടിട്ടില്ല കാഞ്ചി സിൽക്കിനെ പറ്റി പറയണത്. അപ്പൊ ഞാനൊരു ഗ്രീൻ കളറാണ് എടുത്തിട്ടുള്ളത്. നല്ല 2 ഇരട്ടപ്പെട്ട ബോർഡർ ഒക്കെ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ മേലതാ ഒരു കുട്ടി ബോർഡർ ആണ് വന്നിട്ടുള്ളത്. താഴെതാ കുറച്ച് ഡബിൾ ബോർഡർ ആയിട്ടുള്ള ബോർഡർ ആണ് വന്നിട്ടുള്ളത്. ഗ്രീൻ ആണ് കോമ്പിനേഷൻ വരുന്നത്. അതിന്റെ മുന്താണിയിൽ ഫുള്ള് ഇങ്ങനത്തെ ഈ ഒരു ഇതാണ് മുന്താണിയിൽ വരുന്നത്. ഇതിന്റെ ബ്ലൗസ് ഈ ഒരു ഗോൾഡൻ കളറാണ് കേട്ടോ ബ്ലൗസ് വരുന്നത്. എന്തൊരു ഭംഗിയാലേ കാണാൻ. ഇതുകൊണ്ട് നിങ്ങൾക്ക് ധാവണിയും പട്ടുപാവടയൊക്കെ അടിക്കാൻ വേണ്ടി പറ്റും കേട്ടോ. ഞാനതേ കണ്ടു കഴിഞ്ഞപ്പോൾ ആലോചിച്ചു എന്തൊരു രസം അത് കാണാൻ. ധാവണിയും പട്ടുപാവടയൊക്കെ അടിക്കാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയുണ്ടാവും. ഇതാണ് മുന്താണിയിൽ വരുന്നത്. ഇതാണ് നിങ്ങളുടെ ബ്ലൗസ്. ഈ ഒരു മെഹന്തി കളറാണ് കേട്ടോ ബ്ലൗസ് വരിക. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സിൽക്കാണ് കേട്ടോ. സോഫ്റ്റ് ആയിട്ടുള്ള സിൽക്കിൽ വരുന്ന കാഞ്ചി കോട്ടൺ ആണ്. അപ്പൊ അത് ഏത് കാലത്തും അങ്ങനെ തന്നെ ഉണ്ടാവും. സിൽക്ക് അല്ലേ, നരക്കൊന്നുമില്ല. ഏത് കാലത്തും അങ്ങനെ തന്നെ ഉണ്ടാവും കേട്ടോ. അടുത്തത് ഭയങ്കര ഭംഗിയുള്ള ഒരു പാരറ്റ് ഗ്രീനിൽ വരുന്ന ഒരു ഗംഗാ ജമുന സാരി തന്നെയാണ്. താഴെ പർപ്പിൾ ഷെയ്ഡാണ് കേട്ടോ ബോർഡർ വന്നിട്ടുള്ളത്. മേലെ ഭാഗത്ത് നല്ല ഭംഗിയുള്ള ഒരു മെറൂൺ കളറാണ്. ഓ എന്തൊരു ഭംഗിയാലേ. ഇങ്ങനെ പാടത്ത് ഇങ്ങനെ തത്തമ്പ ഇങ്ങനെ വിരിഞ്ഞു നിൽക്കുന്ന പോലെ ഇങ്ങനെ അത്ര ഭംഗിയിൽ ഇങ്ങനെ നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട്. നല്ല രസമുള്ള ഒരു പച്ചയും അതുപോലെ തന്നെ അതിന്റെ കൂടെ തന്നെ കോൺട്രാസ്റ്റ് ആയിട്ട് പർപ്പിൾ ആൻഡ് ഒരു മെറൂൺ, ഒരു കുങ്കുമ കളർ, നല്ല രസമുള്ള ഒരു മെറൂൺ കളറാണ് കേട്ടോ. ഇതും നമ്മളടുത്ത് ആകെ 3 പീസൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ ബാലൻസ്. അപ്പൊ നിങ്ങൾ ആദ്യം ആരാണോ ചോദിക്കുന്നത് അവർക്ക് നമുക്കിത് തരാൻ വേണ്ടി പറ്റും. താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ വേഗം തന്നെ ബുക്ക് ചെയ്തോളൂ. അപ്പൊ നിങ്ങൾക്ക് ഓണത്തിന്റെ മുന്നേ തന്നെ കിട്ടും. എന്നിട്ട് വിരുന്നിനൊക്കെ പോകുമ്പോൾ നല്ല ഭംഗിയുള്ള സാരി കൊടുത്തിട്ട് പോവാം. ഭയങ്കര സോഫ്റ്റ് ആണ് മെറ്റീരിയൽ. ഉടുത്താൽ ഉടുത്ത പോലെ നിൽക്കും. മടക്കാനൊക്കെ ഭയങ്കര സുഖമാണ് കേട്ടോ.
ഇനി അടുത്തത് ഈ ഒരു യെല്ലോ എല്ലാവരും ചോദിച്ചു ഒന്നുകൂടെ ഓപ്പൺ ചെയ്ത് കാണിക്കും, ഒന്നുകൂടെ ഓപ്പൺ ചെയ്ത് കാണിക്കും. ഞാൻ ആ വീഡിയോയിൽ വിസ്തരിച്ച് കാണിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ ആൾക്കാർ ഇങ്ങോട്ട് മനസ്സിലായില്ലേ തോന്നുന്നു. അപ്പൊ ഞാൻ ഒന്നുകൂടെ കാണിക്കാന്ന് വിചാരിച്ചു. ഈ യെല്ലോ നല്ല രസമുള്ള ഒരു യെല്ലോ ആണ്. അതിന്റെ കൂടെ ഒരു വയലറ്റ്, ഒരു പർപ്പിൾ കളർ വയലറ്റ്, നല്ല രസമുള്ള ഒരു വയലറ്റ് ആണ് കേട്ടോ വന്നിട്ടുള്ളത്. അത് പോരാത്തതിന് മേലെ ഒരു കുട്ടി ബോർഡറും താഴെ ഇത്തിരി വലിയ ബോർഡറും ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇനി ഇതിന്റെ ബ്ലൗസ് പീസ് നിങ്ങൾക്ക് കാണണ്ടേ, ഈ സെയിം വയലറ്റിന്റെ ലൈൻസ് തന്നെയാണ് കേട്ടോ. ഈ യെല്ലോയിൽ ഇങ്ങനെ ഗോൾഡൻ സ്ട്രൈപ്സ്, ഇങ്ങനെ വെർട്ടിക്കലിലാണ് ഗോൾഡൻ സ്ട്രൈപ്സ് വന്നിട്ടുള്ളത്. ഇതിന്റെ മുന്താണി നോക്കൂ, നിറച്ച് പൂക്കളും അതുപോലെ തന്നെ പക്ഷികളും അതുപോലെ തന്നെ ഇതാ മയിലൊക്കെ വരുന്നിട്ടുള്ള മുന്താണിയാണ്. ഇതാണ് ബ്ലൗസ് പീസ് കേട്ടോ. ഈ വയലറ്റ് ആണ് ബ്ലൗസ് പീസ് വരുന്നത്. ഇതാ നല്ല ഭംഗിയുള്ള ഒരു മുന്താണി, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഈ യെല്ലോ എന്താ പറയാ, വയലറ്റ് ഒക്കെ എവിടെയും കാണാത്തൊരു കളർ കോമ്പിനേഷൻ ആണ് കേട്ടോ. ഇങ്ങനത്തെ ഒക്കെ നമുക്ക് പണ്ട് നല്ല കാഞ്ചീപുരത്തിലൊക്കെ ഇങ്ങനത്തെ സിൽക്ക് സാരീസ് ഒക്കെ കിട്ടുമായിരുന്നു. നല്ല രസമുള്ള മുന്താണിയൊക്കെ, നല്ല പ്ലെയിൻ അല്ലല്ലോ, വേറെ പ്രിന്റ് വരുന്നതാണല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സിൽക്ക് തന്നെയാണ് കേട്ടോ അത് വരുന്നത്. ഇനി അടുത്തത് 2 സാരിയും കൂടെ ഉണ്ട്. ഒരെണ്ണം ഈ ഒരു നേവി ബ്ലൂല് വരുന്നതാണ്. നേവി ബ്ലൂല് ഇങ്ങനെ തത്തമ്മകളാണ് കേട്ടോ. നല്ല ഭംഗിയുള്ള ഒരു നേവി ബ്ലൂ ആണ്, അതിൽ ഗോൾഡൻ കോമ്പിനേഷൻ ആണ് വന്നിട്ടുള്ളത്. ഇതാ ഇങ്ങനെ വരും കേട്ടോ. ഇതിങ്ങനെ വിരിച്ച് കാണിക്കാം, വിടർത്തി കാണിക്കാം. സ്കൈ ബ്ലൂ ആണ് കോമ്പിനേഷൻ വരുന്നത്. ഇതാണ് കേട്ടോ മുന്താണി പോർഷൻ വരെ. മുന്താണി എന്തൊരു ഭംഗിയാല്ലേ, ഈ നേവി ബ്ലൂം സ്കൈ ബ്ലൂം ഒരു ഭയങ്കര രസമുള്ള ഒരു കോമ്പിനേഷൻ ആണ്. കൂടെ തന്നെ നമുക്ക് ബ്ലൗസ് പീസ് ഇതാ നല്ല ഭംഗിയുള്ള വർക്ക് വന്നിട്ടുള്ള ബ്ലൗസ് പീസ് ആണ് കേട്ടോ. ഹെവി വർക്ക് ഒക്കെ ഉണ്ട് ബ്ലൗസ് പീസിന്. അപ്പൊ അത് ഉടുത്താണ്ടല്ലോ. ഇതെല്ലാം നിങ്ങൾക്ക് ഭയങ്കര ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഞാൻ ഈ ഓണത്തിന്റെ സമയമുള്ളത് വരെ മാത്രമേ കൊടുക്കണുള്ളൂ കേട്ടോ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ റേറ്റ് കൂടുവേ. അപ്പൊ അതുകൊണ്ട് വേഗം വേണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ഞാൻ ഓണം പ്രമാണിച്ച് നമ്മൾ ഗീവ് അവേ കൊടുക്കണില്ലാത്തത് കൊണ്ട് നമ്മൾ ആ ഗീവ് അവയുടെ രീതിയിലാണ് നമ്മൾ ഈ ഒരു സാരി കൊടുക്കുന്നത്. ഇനി ഒരു മഞ്ഞ പച്ച സാരി ഉണ്ട്, അതോടെ കഴിഞ്ഞ കേട്ടോ. ഇത് നിങ്ങൾ നേരത്തെ കണ്ടില്ലേ, അതിന്റെ കളർ ചേഞ്ച് ആണ്. ആ ഒരു പിങ്ക് കണ്ടില്ലേ, പിങ്കിന്റെ കളർ ചേഞ്ച്. ഈ ഒരു നേവി ബ്ലൂവിന്റെ ഒക്കെ കളർ ചേഞ്ച് ആയിട്ട് വരുന്ന ഒരു സാരിയാണ്. ഈ ഒരു രീതിയിൽ സ്റ്റൈലായിട്ട് നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. നല്ല ഭംഗിയുള്ള ഒരു മഞ്ഞയും, ഇത് കുറച്ചും കൂടി ഒരു മാമ്പഴ കളറാണ് കേട്ടോ. ഇതുണ്ടല്ലോ പഞ്ഞി കെട്ട് പോലെ ഉണ്ട്. മമ്മി എന്തൊരു സോഫ്റ്റാ, ഇങ്ങനെ സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ഉണ്ടോ? കാരണം ചുളിഞ്ഞു കഴിഞ്ഞാലും എന്താ ഒരു ചുളിവ് പോലും വരുന്നില്ല, അത്രയും ഭംഗിയുണ്ട് കാണാൻ. മഞ്ഞയും പച്ചയും എപ്പോഴും നല്ല, എത്ര സാരി ഉണ്ടെന്നുണ്ടെങ്കിലും ബ്ലാക്കും റെഡും എടുക്കണ പോലെ മഞ്ഞയും പച്ചയും ഒരു റയർ കോമ്പിനേഷൻ അല്ല, നല്ല രസമുള്ള ഒരു കോമ്പിനേഷൻ. നല്ല രസമുള്ള ഒരു ബോട്ടിൽ ഗ്രീൻ വരുന്ന ഒരു ബ്ലൗസ് ആണ് കേട്ടോ അതിന്റെ കൂടെ വന്നിട്ടുള്ളത്. നല്ല ഡാർക്ക് ഗ്രീൻ ആണ്. അതുപോലെ തന്നെ മുന്താണി ഇതാ ഇങ്ങനെയാണ് കേട്ടോ വരുന്നത്. ഈ ഒരു ഗ്രീൻ കളറിൽ യെല്ലോ ആൻഡ് ഗ്രീൻ കോമ്പിനേഷനിൽ വരുന്ന ഈ ഒരു സാരിയും കൂടെ കഴിഞ്ഞാൽ നമ്മളെ ഓഫർ സാരീസ് എല്ലാം തീർന്നിട്ടുണ്ട്. അപ്പോൾ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് ഇതിൽ ഏതാണോ ഇഷ്ടമായതെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് അയക്കുക, ദെൻ വേഗം തന്നെ ഓർഡർ ചെയ്യുക. കാരണം അതെല്ലാം ഇത്ര പീസുകൾ മാത്രമേ ഉള്ളൂ. ഇത് കഴിഞ്ഞാൽ സാരി കഴിഞ്ഞു ഇത്തവണത്തെ. അപ്പോൾ ഓക്കെ, ബൈ.